ഇതേ നമ്മുടെ കാർക്കൂന്തലും കഴുകി ഇതേ കണ്ടോ എനിക്കറിയത്തില്ല എവിടെ പോവാൻ ഇത് വളർന്ന് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു ഫേസ് പായ്ക്കുമായിട്ടൊക്കെയാണ് വന്നത്. ഇത്തിരി സമയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 10-20 മിനിറ്റ് എന്തായാലും മെനക്കെട്ടേ ഒക്കത്തുള്ളൂ. നല്ലൊരു ഫേസ് പായ്ക്കൊക്കെയാണ്. നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആവാനും നല്ല മുഖക്കുരുവിൻ്റെ പാടും ഇതൊക്കെ നല്ല കറുത്ത പാടുകളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോഴേ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ചെയ്തിട്ട് നിർത്തരുത്. ഒരു ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. അപ്പോഴാ പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നാണ് നമ്മൾ വന്ന് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ക്ഷമിക്കണേ സുക്കുവിനോട്. അവിടെ വലിയ പിടിപാടൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ കാണിക്കും. നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ മുഖം കാത്തു സൂക്ഷിക്കും കേട്ടോ. അപ്പോഴേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ ഫേസ് പായ്ക്കും ഇന്ന് പിന്നെ എനിക്ക് കാർക്കൂന്തലിൽ മുട്ട തേക്കണം കേട്ടോ. അതുകൂടെ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ. ഞാൻ എൻ്റെ കാർക്കൂന്തലുണ്ടല്ലോ വളരെ എന്തെല്ലാം ആണെന്നറിയാം ഇവിടെ തേക്കുന്നത്. അപ്പോഴതിനകത്ത് ഒരു മരുന്നാണ് മുട്ട തേക്കും കേട്ടോ. മുട്ട തേക്കുന്നത് അപ്പോൾ മുട്ട തേച്ച് നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. സുക്കുനും മുടിയൊക്കെ കുറവായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ മുടി കട്ട് ചെയ്തിട്ടാണ് ഇവിടെ മരുന്നുകളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയത്. ഇച്ചിരി കൂടെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് ഞാൻ നന്നായിട്ട് വെട്ടിയതിന് ശേഷമാണ് നമ്മളിവിടെ നമ്മുടെ മുടിക്കകത്ത് പരിപാടിയൊക്കെ ചെയ്തത്. മോനെ കൊണ്ട് ഞാൻ മുറിപ്പിച്ച് കേട്ടോ. അന്നേരം മോള് വിടില്ലായിരുന്നു. പക്ഷെ ആങ്ങളമാരോ വേറെ ആരൊക്കെയോ നമുക്ക് മുടി കട്ട് ചെയ്ത് തന്നാൽ മുടി നന്നായിട്ട് വളരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാ സമയത്ത് നമ്മുടെ മോനെ ഉണ്ടായിരുന്നു കേട്ടോ. അവനെയും കൊണ്ട് ഞാൻ മുടി മുറിപ്പിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മുടി അങ്ങ് കയറിപ്പോകും കേട്ടോ. ചുരുണ്ട് കയറിപ്പോകുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല അട്ടി കൊടുക്കണം. അന്നത്തേലും വ്യത്യാസമുണ്ട്, മുടി വെട്ടിയതിലും നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. മുടിയൊക്കെ കിളിർത്തൊക്കെ വരുന്നുണ്ട് തേച്ച്. അപ്പോഴിന്ന് നമുക്ക് ആ മുട്ട അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ മുമ്പ് നമുക്ക് മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ. പിന്നെ ഈ മുട്ടയ്ക്കകത്ത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, താരനൊക്കെ മാറിക്കിട്ടും. പിന്നെ ചിലർ പറയുന്ന നര വരുമെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മുട്ട മാത്രം നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത് എനിക്കുണ്ടല്ലോ ഈ മുട്ട തേക്കാൻ ഒരു കുപ്പി ഉണ്ടായിരുന്നു. നമ്മുടെ മെഷീനകത്തിടുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി ഉണ്ടായിരുന്നു. അതാരോ അടിച്ചു മാറ്റി കാത്തു വെച്ചേക്കുന്നു. അപ്പോഴാ നോക്കിയപ്പോൾ അത് കണ്ടില്ല. അതുകൊണ്ട് അത് കാണാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തേച്ച് കൊടുത്തിട്ടൊക്കെ കാണിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ അങ്ങോട്ട്. പക്ഷേ എനിക്ക് അത്ര ഏൽക്കുന്നില്ല കേട്ടോ. എനിക്ക് ആ കുപ്പി ഉണ്ടെങ്കിൽ ശരിയാവത്തുള്ളൂ. പക്ഷേ നമ്മളിതൊക്കെ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ കുപ്പി തപ്പി. എൻ്റെ കുപ്പി ആരോ അടിച്ചു പറ്റി, ഏതോ കള്ളന്മാരെ അടിച്ചു മാറ്റി. നമുക്ക് നന്നായിട്ട് നമുക്ക് ഫേസ് പായ്ക്കും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് രണ്ടും കൂടെ അങ്ങ് ചെയ്യാം. ഒരാഴ്ചയായി മുടിയിൽ മുട്ട തേച്ചിട്ട്. ഇന്ന് നമുക്ക് മുട്ടയും തേച്ച് എന്തായാലും മുഖത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ എനിക്ക് എത്തത്തില്ല കേട്ടോ. എല്ലാം മുടിയുടെ ആ ഭാഗത്ത് എല്ലായിടത്തും ഒന്നും നമുക്ക് എത്തത്തില്ല. എനിക്ക് ആ കുപ്പി ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ എന്നും അതും കൊണ്ടായിരുന്നു ചെയ്യുന്നത് കേട്ടോ. സാരമില്ല. ഇന്നിപ്പോൾ ഇതൊത്തിരി വ്യത്യാസമുണ്ട്. മുടിക്ക് നല്ല ഇവിടുന്നൊക്കെ മുടി കിളിർത്തൊക്കെ വരുന്നുണ്ട്. അപ്പോഴും മുടിയില്ലാത്ത കൂട്ടുകാരൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ ചേച്ചിമാരൊക്കെ ഒരുപാട് ടിപ്പുകളൊക്കെ നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ മുടിയും എന്നെ കാണുന്നവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴും അത്രയൊക്കെ തന്നെ ആയിട്ട് ഇരിക്കുമായിരുന്നു. നല്ല മുടിക്ക് നല്ല പൊഴിച്ചിലുണ്ടായിരുന്നു. അങ്ങനെയില്ല. ഇന്നലെ നമ്മുടെ കറ്റാർവാഴ കാണിച്ചില്ലേ, അതുമാതിരി എലിവാല് മാതിരി വെട്ടമുണ്ട്. ഇവിടെ മഴ കേട്ടോ. വെട്ടമുണ്ടോ എന്തോ കാണുന്നുണ്ടോ? അങ്ങനെ പിന്നെ എലിവാല് പോലെ ഇരിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ശരിയായി കിട്ടി. ഒത്തിരി മുടി ഒഴിഞ്ഞു പോയായിരുന്നു. എന്നെ എൻ്റെ മോളിൽ നിന്ന് ഓടിച്ചിട്ട് അടിക്കും കേട്ടോ. എപ്പോഴും ഈ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എല്ലാം നിറയെ വീഴും ഈ സംഭവങ്ങളെല്ലാം. എന്നിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ.
ഒത്തിരി നേരം വേണ്ട കേട്ടോ, നമുക്ക് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഒരുപാട് സമയമാവും. എന്തായാലും ഇത്തിരി നേരം ഞാനിതൊന്ന് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ. അപ്പോഴിതേ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. എന്തായാലും നമ്മൾ ആ പായ്ക്കൊക്കെ ഇട്ടിട്ട് 10-20 മിനിറ്റ് എന്തായാലും ഞാൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് പായ്ക്കിട്ട് കൊടുക്കാം. ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ, മുട്ട തേച്ചതില്ലേ തലയിൽ. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് വന്നു. ഇത് നമ്മൾ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കുന്നതിന് 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 3 സ്റ്റെപ്പ് ഉണ്ട്, അത് 3 ചെയ്യണം. അപ്പോഴാദ്യമേ തന്നെ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് ഒപ്പണം കേട്ടോ. എന്നിട്ട് ഓരോന്ന് ചെയ്ത് തുടങ്ങുന്നേ. ആദ്യം നമുക്ക് തൈര് മസാജ് ചെയ്യാം കേട്ടോ. കഷ്ടപ്പെട്ടേ ഒക്കത്തുള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും ഇളം ചൂടുവെള്ളം എടുത്ത് വെച്ച് നമുക്ക് മുഖം ഒപ്പി കൊടുക്കണം. ഇനി നമുക്ക് തൈര് വയ്ക്കാം. സിറ്റൗട്ട് നിറച്ച് സാമഗ്രികളായിരുന്നു കേട്ടോ. തേയില, കാപ്പിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമേ ഇല്ല നമ്മുടെ ഇവിടെ. ബാക്കിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴും പുളിയുള്ള തൈരാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് മുഖം ക്ലീനൊക്കെ ആവാൻ നല്ലതാട്ടോ. മഴയാടോ, ഇവിടെ മഴ കേട്ടോ. അപ്പം ഇത് നമുക്കെല്ലാം അടക്കും. മുഖം ആദ്യം നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം അമ്മ ചൂടുവെള്ളത്തിൽ, അമ്മയല്ല, നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം. അല്ല നമ്മൾ സോപ്പിട്ട് കഴുകി പച്ചവെള്ളത്തിലെ മുഖം തുളച്ച് വരണ്ടേന്ന് വെച്ചാൽ അങ്ങനെ അത് തന്നെ ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് അതിൽ ചൂടുവെള്ളം വെച്ച് ആദ്യം ഞാനൊന്ന് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തൈരിൻ്റെ പായ്ക്കിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാജ് ചെയ്യണം. എല്ലാം ഒരു 5 മിനിറ്റ് കേട്ടോ. ഞാൻ വേഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ ഹാളിൽ വന്ന് എന്തൊക്കെയോ ചെറപറ എന്ന് പറയുന്നുണ്ട്. പിള്ളേർ എന്നെ തിരക്കി വന്നതാണെന്നും ഞാൻ പറഞ്ഞില്ലേ, ജോലിക്കാരൻ മാമന്മാരുണ്ട്. അപ്പോഴവരെന്തോ പറഞ്ഞു വിട്ട്, അതുകൊണ്ടാണ് എനിക്ക് സ്പീഡ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്യൂട്ടീഷ്യൻ ചേച്ചിമാരെ എന്നോട് കൊടുക്കണേ. ഞാൻ പഠിച്ചു വരുന്ന ഒരു കുഞ്ഞൊരു ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. എന്നോട് ക്ഷമിച്ചേക്കണം. നിങ്ങൾ വട്ടത്തിൽ കറക്കാൻ പറയും, ഞാൻ നീളത്തിൽ ഇങ്ങനെ കറക്കും. എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് വരെ നിങ്ങളെയൊക്കെ പിടിച്ചിരുത്തി, അഥവാ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ 5 മിനിറ്റൊക്കെ ഞാൻ പിടിച്ചിരുത്തിയാലേ നിങ്ങളെന്നെ ഓടിച്ചിട്ടടിക്കും. അതുമല്ല നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടു പോകും കേട്ടോ. അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് വരാം. സത്യം പറഞ്ഞാലുണ്ട്, ഞാൻ ഇതൊന്നും വാരി തേച്ചുകൊണ്ട് ഇവിടെ നിൽക്കാനൊക്കത്തില്ല. ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പാത്തും പതുങ്ങിയൊക്കെ നിന്നാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്ന ഒരു പാടുണ്ടല്ലോ, ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പം തന്നെ എത്ര പേരെ തിരക്കി ഇവിടെ വന്നെന്നറിയാം. ഞാൻ പാത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ജോലിക്കാരൻ മാമന്മാർ, അവർക്ക് എപ്പോഴും ഓരോരോ സംഭവങ്ങൾ വേണം. അപ്പോൾ ഇത് ഞാനൊരു 5 മിനിറ്റ് 3 മിനിറ്റൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് എന്തായാലും നമ്മൾ കഷ്ടപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേ നമുക്കൊരു 3 മിനിറ്റ് ചെയ്താൽ മതി. 5 കൂടുതൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും, മുഖം നല്ല ബ്ലീച്ചാവും. പിന്നെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖക്കുരു ഉണ്ടാവാതിരിക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും വെയിലത്തൊക്കെ നടന്ന് കരിവാളിച്ചൊക്കെ മോന്തയൊക്കെ കൊണ്ട് നടന്ന് വല്ലവരും ഒക്കെ നാണക്കേട് പറയത്തില്ലേ, ഈ പെണ്ണ് കുളിക്കത്തോ ഇല്ല നനയ്ക്കത്തോ ഇല്ല, മോന്തയെല്ലാം ഇവിടെ കറപ്പിച്ച് നടക്കുന്നു എന്നൊക്കെ നമ്മളെ പറയും. അപ്പോഴതിന് വേണ്ടിയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്ന ഈ ഒരു സംഭവം കേട്ടോ. അപ്പോഴിത് നമുക്ക് ഇനി തുടയ്ക്കാം. ടിഷ്യൂ എടുക്കുന്നില്ല, ഇന്ന് ടിഷ്യൂ എടുത്താൽ വലിയ പാടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതേമാതിരിയുള്ള നമ്മുടെ കർച്ചീഫ് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാം. എന്നിട്ട് ഇനി 2 സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഇതൊക്കെ തേക്കുമ്പം കഴുത്തിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴുത്തിലും ചെയ്ത് കൊടുക്കണം.
അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തെ ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തോ മോനെ പപ്പ വരുന്നെന്ന് പറ. നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എപ്പം നോക്കിയാലും ഇവളിങ്ങനെ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുപ്പാണല്ലോ, എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നമ്മുടെ അണ്ണൻ വിചാരിക്കും. പാവം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ. വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്താ ചെയ്യുക? അപ്പോഴേ നമുക്ക് രണ്ടാമത്തെ സ്ക്രബ് ചെയ്യാനുള്ള പരിപാടികളാണ് ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്ക്രബ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കാപ്പിപ്പൊടിയും തൈരും തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോഴത് നമുക്ക് ഒന്ന് തേച്ച് ഒരു 5 മിനിറ്റ് കേട്ടോ. അപ്പോഴെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ടിപ്പുകളൊക്കെ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് തന്നെയാണ് ഈ ചേക്ക മൂക്കി വന്നിരിക്കുന്നത് കേട്ടോ. കുളിക്കാതെയും നനയ്ക്കാതെയും വീഡിയോ എടുക്കാൻ വന്ന് നിന്ന ഈച്ചവല്ല, നമ്മളെ ആന വരെ കുത്തും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. മറ്റേത് തേച്ചപ്പം തന്നെ നമുക്ക് നല്ല വ്യത്യാസം. ലൈവായിട്ടല്ലേ ഇതൊക്കെ കാണിച്ചു തരുന്നേ. ലൈറ്റിൻ്റെ വെട്ടം ഒന്നുമല്ല കേട്ടോ. ഞാൻ ഈ ലൈറ്റിൻ്റെ വെട്ടത്തൊക്കെ നിന്നാൽ നമുക്കതിൻ്റെ ആ കള്ളത്തരവാന്നൊക്കെ പറയും. നമ്മൾ ലൈറ്റൊന്നുമില്ല, അതാണോ ഈ സുപ്പുതേ ഇവിടെ നമ്മുടെ സൂര്യനമ്മാവൻ്റെ വെട്ടത്ത് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇത് എന്ത് ചെയ്യുവാണെങ്കിലും ഒരു ദിവസം മാത്രമായിട്ട് നിങ്ങൾ തേച്ച് നിർത്തരുത്. നമ്മളൊരാഴ്ച 2, 3 ഒക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ. വെളുത്ത് പാറത്തും ഒന്നുമില്ല, എന്നാലും നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടാലേ അവിടെ മോന്തയ്ക്ക് ഇച്ചിരി വീറും വെടുപ്പും ഒക്കെ നാണ്ട കണ്ടോ, ഈച്ച വന്ന് കുശുമ്പ് പിടിച്ച് ഈച്ചക്കുള്ള വേറൊരു മരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം ഇനിയുണ്ട് കേട്ടോ. അതും കൊണ്ട് അതെടുത്തോണ്ട് വരുമ്പോഴായിരിക്കും ഈച്ചേനെ ഓടിച്ചിട്ട് കുത്താൻ തുടങ്ങണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. നമ്മുടെ 2 കൈയും വെച്ച് നമുക്ക് എൻ്റെ സിറ്റ് ഔട്ട് നിറച്ചും സംഭവം ഇത് വീഴാൻ എനിക്ക് എപ്പോഴും തുടയ്ക്കാനേ ഉള്ളൂ നേരം. ഇത് ചെയ്ത ഉടനെ എന്തായാലും ഇത് നമ്മൾ എന്താ തുടച്ചില്ലെങ്കിൽ ഈച്ച ഇങ്ങോട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. തിരിഞ്ഞൊക്കെ പോവും, സാരമില്ല കേട്ടോ. ഞാൻ അങ്ങനെ അതൊന്നും പഠിച്ചതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് തിരിഞ്ഞൊക്കെ പോവും. ക്ഷമിച്ചേക്കണേ എല്ലാവരും, മാഫ് കീജിയെ. നമ്മുടെ ഹിന്ദിയൊക്കെ പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദി പറഞ്ഞാൽ മുട്ടയടിക്കും എന്നൊക്കെ നമ്മളോട് പറയുമായിരുന്നല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞാൽ മുട്ടയടിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ ഇങ്ങനെ ചുമ്മാ അത് പിള്ളേരെല്ലാം കൂടെ കളിയാക്കാൻ പറയായിരുന്നു. എൻ്റെ മൊബൈലിൽ മൊത്തം കാപ്പിപ്പൊടിയും തൈരും ഒക്കെ ഇങ്ങനെ കുത്തുമ്പോഴേ ഇത് ഞാനൊരു 5 മിനിറ്റ് എന്തായാലും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് നമുക്ക് തുടയ്ക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത പായ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ പായ്ക്കും നമ്മൾ മസാജ് ചെയ്ത് ഉണങ്ങി കേട്ടോ. ഉണങ്ങി ഇത് നമുക്ക് തുടച്ചിട്ട് ഇനി നമുക്ക് 3ാമത്തെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആ ടിഷ്യൂ എടുത്തായിരുന്നെങ്കിൽ എത്ര സമയം ഞാനിത് തുടച്ചുകൊണ്ടിരുന്നേനെ. ഇതാ എളുപ്പം. ഞാൻ ഇന്ന് കണ്ടുപിടിച്ചത്. മറ്റേത് എനിക്ക് എത്ര എണ്ണം വേണമെന്നറിയാം. ഇനി നമുക്ക് 3ാമത്തെ പായ്ക്ക്. ഇവിടെ അങ്ങ് ശരിക്കും മഴ കേട്ടോ. ശരിക്കും മഴ. ഇന്ന് തകർത്ത് വാരി വെച്ച് കഴിഞ്ഞ് നമുക്ക് മഴ പെയ്തു. ഉച്ച അല്ല, രാവിലെ മുതലേ നമുക്കിവിടെ മഴയാണ്. ഇത് 3 അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരെണ്ണം ദിവസേന നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടും. പിന്നെ ഇതിപ്പം 3 സ്റ്റെപ്പൊക്കെ അത്
അങ്ങനെയൊക്കെ ചെയ്താലേ അതിനൊരു നമുക്ക് എന്താ ഒരു റിസൾട്ട് കിട്ടണ്ടേ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ 3 മോഡ് ഇതിന് ചെയ്യണം. ഇനി നമുക്ക് 3ാമത്തെ പായ്ക്ക് നമ്മുടെ മുട്ടക്കൂട്ടൻ എന്തായോ ഓംലേറ്റ് ആയോ എന്തുവാന്നാ തലയിലിരുന്ന്. അപ്പോൾ ഇന്നലെ എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും ഒത്തിരി പേര് പറഞ്ഞു, സുപ്പു കറ്റാർവാഴ നിനക്ക് തരാം, പിന്നെ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ എനിക്ക് കമൻറ്റ് തരുന്നുണ്ട്. എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാം തരുന്ന കമൻറ്റ് ഒത്തിരി എനിക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ. സത്യമായിട്ടും അത് എനിക്ക് ഒത്തിരി സന്തോഷം, എനിക്ക് തരുന്ന കമൻറ്റുകളൊക്കെ കേട്ടോ. ഒത്തിരി സന്തോഷം. സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ല നല്ല കമൻറ്റുകൾ നമുക്ക് തരുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി സന്തോഷം. അപ്പോഴിനി നമുക്ക് 3ാമത്തെ പായ്ക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ തുടച്ചിട്ട് വേണം. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഞാൻ ഇടും. അതൊക്കെ നമുക്ക് തുടച്ച് മാറ്റണം. അപ്പോഴിനി 3ാമത്തെ നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ പൊടിച്ചതൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. സുപ്പുവിന് ഒരു മൂട് സുപ്പു എത്ര നാളും കൊണ്ട് വളർത്തി അത് ഈ സമയത്തല്ലല്ലോ വിളവെടുക്കുന്നത്. ഒരു മൂടുണ്ട്, എന്തായാലും ഞാൻ അത് ഇപ്രാവശ്യം എനിക്ക് എടുക്കണം. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ വീടുകളിൽ പൊടിച്ച് വെച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു. കുറച്ച് സുപ്പുവിനും കൂടെ തന്നു. ഒരു കുഴപ്പമില്ല, സ്നേഹമുള്ള കൊച്ചാണ് കേട്ടോ. അപ്പോഴെപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളല്ലോ നമുക്ക്. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മഞ്ഞളും സാധാ നമ്മുടെ വീട്ടിലെ പൊടിച്ച് ഞാൻ കാണിച്ചല്ലോ, മഞ്ഞൾ വാങ്ങിച്ചു കൊണ്ട് തന്നു, വീട്ടിൽ പൊടിപ്പിക്കുന്നതൊക്കെ കേട്ടോ. ആ മഞ്ഞളും തേനും തൈരും കൂടാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ആ പായ്ക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ദേ ഇതിനാണ് പറയുന്നത് ഗോൾഡൻ ഫേഷ്യൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എൻ്റെ പൊന്നേ, ഇതൊന്നൊന്നര ഒരു ഫേഷ്യലൊക്കെയാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിൽ ഒന്നും വേണ്ട, കസ്തൂരി മഞ്ഞൾ കിട്ടും. പിന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാവോ ഈ മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവമെന്ന്? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അതെന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. മരമഞ്ഞൾ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതുവരെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ കേൾക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അവർ തരും. അല്ലാത്തവരെ കമൻറ്റ് തരത്തില്ല കേട്ടോ. മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ കണ്ടിട്ടില്ല അത് കേട്ടോ, കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു പായ്ക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ദേ ഇങ്ങനെ മസാജ് ചെയ്യണം. എല്ലാ സംഭവങ്ങളും ദേ നമ്മുടെ ഈ വിരലിൻ്റെ തുമ്പ് വെച്ച്, അല്ലാതെ ഇങ്ങനെ ചെയ്യാനൊക്കത്തില്ലായിരിക്കും കേട്ടോ. ഈ നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ച് നമുക്ക് മസാജ് ചെയ്യാം. ആദ്യം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അവസാനം കഴുത്തിൻ്റെ ബാക്കിലോട്ടൊക്കെ അങ്ങ് കിട്ടും നിങ്ങൾക്ക്. ഇത് നമ്മൾ ഒരുപാട് അധികം ഞാൻ വരുത്തത്തേ ഇല്ല കേട്ടോ. എടുക്കുന്ന സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ മുഖത്തിടാൻ പറ്റിയ സാധനങ്ങൾ എപ്പോഴാണേലും എടുക്കാം കേട്ടോ. വെറുതെ നമ്മൾ കൊച്ചു ചെയ്യുവാണെങ്കിലും അവൾ വേറെ ഓരോന്നൊക്കെ ചെയ്യണം കേട്ടോ. ഇത് അവൾ ചെയ്യത്തില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നു. പിന്നെ അധികം വെച്ചേക്കണ്ടാലും കുഞ്ഞ് വേറെ ചെയ്യുന്നത്, അവൾ വേറെ എന്തെങ്കിലും അവിടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് നമുക്കിനി ഒന്ന് മസാജ് ചെയ്യാം. ഇതുവരെ ഈച്ച വന്നില്ല കേട്ടോ. അവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നെങ്കിലും ഇങ്ങോട്ട് ഈച്ച വന്നില്ല, തേനുള്ളത് കൊണ്ടേ. മൊത്തം കൂടെ അപ്പോഴൊരു 20 മിനിറ്റ് ആവും കേട്ടോ. നമുക്ക് ഇനി ഇത് ഉണങ്ങിയിട്ട് മുഖം കഴുകി അല്ലെങ്കിൽ കുളിച്ചിട്ട് ഒക്കെ വരാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലെ ചിലതൊന്നും നമുക്ക് അവിടെ നിന്ന് ഇട്ടുകൂടാ എന്നും പറഞ്ഞ് എല്ലാം ഇടാമെന്നും പറഞ്ഞ് നമ്മൾ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ കുഞ്ഞു നരമ്പുകളുണ്ടെന്നാണ് ചേച്ചിമാർ ചേട്ടന്മാർ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ഇതൊക്കെ തേക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അങ്ങ് മൂക്കിൻ്റെ തുമ്പ് ചൊറിച്ചിൽ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ ഒന്ന് മസാജ് ചെയ്തിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി. ഞങ്ങളുടെ പെരയുടെ മേലേക്ക് ഉണ്ടല്ലോ വിമാനം പോകും. പണ്ടൊക്കെ വിമാനം താന്നു പോകുമ്പോഴുണ്ടല്ലോ ഞാൻ ചാടി ഇറങ്ങി നോക്കും
ഇപ്പോഴും ആ ശീലമൊന്നും തെറ്റിച്ചിട്ടില്ല സുപ്പ് കേട്ടോ. ഹെലികോപ്റ്റർ പോയാലേ, ഒരു വിമാനം പോയാലേ പെരക്കകത്തിരിക്കുന്നത് ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് ഓടി ഒന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും വിമാനം പോകുന്നത് കാണാൻ. പ്രായം ഇത്രയൊക്കെ ആയെങ്കിൽ എൻ്റെ ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങോട്ടങ്ങാണ്ടൊക്കെ പോയി. നമ്മുടെ പായ്ക്കൊക്കെ അപ്പോൾ നന്നായിട്ട് ഉണങ്ങി. ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ചാടിപ്പിടച്ച് പോയി അങ്ങ് മുഖം കഴുകാനൊന്നും നോക്കരുത് കേട്ടോ. നമ്മൾ എന്തായാലും ചെയ്യുന്നതിന് ഓരോ പായ്ക്കുകൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി സംഭവങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്ത് കിട്ടും കേട്ടോ. ഇത് നമുക്ക് തുടയ്ക്കാം. ഇന്നേ ഷഷ്ടി 1-ാം തീയതിയോ അല്ലാന്ന് എനിക്കിതേപ്പറ്റി ഒന്നും ഓർമ്മ. കലണ്ടർ നോക്കാറേ ഇല്ല കേട്ടോ. വായന കേൾക്കുന്നത്, നമ്മുടെ അമ്പലത്തിൽ വായന. എൻ്റെ മൂക്കുത്തിയുടെ കളറൊക്കെ മാറിപ്പോന്നോന്നൊരു സംശയം. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടേ ഇത് മാറുന്നോന്നൊരു സംശയം. കല്ലിൻ്റെ ആയതുകൊണ്ട് വെള്ളക്കല്ലേല മൂക്കുത്തിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അല്ല, നേരത്തെ ഒറ്റ കല്ലിൻ്റെ ആയിരുന്നു. ഇത് 5-6 കല്ലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് അപ്പോഴും വാങ്ങിച്ച അന്നേരം നമ്മുടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയപ്പോഴേ ഞാൻ വാങ്ങിച്ചതാണ്. അന്നേരം എണ്ണയില്ല കേട്ടോ, 5-6 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴതേ നമുക്ക് ഈ 3 പായ്ക്ക് ഇട്ടപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അല്ലേ, നിങ്ങൾ പറ. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, ഉണ്ടെങ്കിലും പറയണം കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം കേട്ടോ. ഇത്രയൊക്കെ തേച്ചില്ലേ, ഇനി എനിക്കൊന്ന് കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തില്ല. അപ്പോഴേ എനിക്കൊന്ന് ഉഷാറാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പായ്ക്കാണ്, എല്ലാവരും ചെയ്ത് നോക്കണേ. നിങ്ങൾ തമാശയൊന്നും കളിക്കരുത്. ഞാൻ ചെയ്യുന്നത് പോലൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി. സമയമില്ലെന്നൊക്കെ ഒത്തിരി ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കാര്യം നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ നോക്കുന്നത്? അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ പ്ലീസ്. സുപ്പുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നിങ്ങളും എന്നെപ്പോലെ ആവണമെന്നല്ല. നമുക്ക് ഇച്ചിരി മത്സരമുണ്ടല്ലോ, നമുക്ക് മത്സരിക്കാം ഇങ്ങനെ. അപ്പോഴേ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ വന്ന് പറയണം, ഞാൻ ചെയ്ത് സുപ്പു, എനിക്ക് എൻ്റെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമൊന്നുമില്ല. ഇല്ലെന്ന് പറയുമ്പോൾ സങ്കടം വരും. എന്ന് വെച്ചാൽ അവർക്കത് ശരിയായില്ലേ എന്ന് എനിക്ക് കൺഫ്യൂഷനാവും. അപ്പോഴും കേട്ടോ, എന്നെ തിരക്കി അടുത്ത ആൾ വരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ എത്ര തുടച്ചാലും കാണും. അതുകൊണ്ട് എനിക്ക് കുളിച്ചാലേ ഒരു രസം തോന്നത്തുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എത്ര തുടച്ചെന്ന് വെച്ചാലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അതെനിക്കിഷ്ടമല്ല. അപ്പോഴതേ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇച്ചിരി ഒരു 10-20 മിനിറ്റ് എന്തായാലും നമുക്ക് ചിലവാക്കണം ഇതിനായിട്ട് കേട്ടോ. 10-20 മിനിറ്റൊക്കെ മതി. ഓരോന്നും 5 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് ആവും. അപ്പോഴതേ നമ്മുടെ കാർക്കൂന്തലും കഴുകി ഇതേ കണ്ടോ, എനിക്കറിയത്തില്ല എവിടെ പോവാൻ, ഇത് വളർന്ന് കേട്ടോ. അപ്പോഴേ കാർക്കൂന്തലും നമ്മൾ കഴുകി പച്ചവെള്ളത്തിൽ കഴുകി, ഷാമ്പു ഇടത്തില്ല, പച്ചവെള്ളത്തിലൊക്കെ കഴുകിക്കൊണ്ടുവന്ന് മുഖവും അതുപോലെ തന്നെ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. അമ്മയാണോ സത്യം, ബാലചന്ദ്രമേനോൻ്റെ വാക്കുകൾ ഞാൻ കടമെടുത്തേക്കുവാണ്. അമ്മയാണോ സത്യം, മുഖത്തൊന്നും തേച്ചിട്ടില്ല, പൗഡറൊന്നും തേച്ചിട്ടില്ല. നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇച്ചിരി ധൃതിയാണ്, ചേട്ടന്മാർക്ക് ചായ കൊടുക്കണം കേട്ടോ. 13 പേരുണ്ടെന്നാണ് പറഞ്ഞ്. എനിക്കങ്ങ് വെപ്രാളമാണ്. ഇപ്പോൾ ജോലിക്കാരുള്ളത് കൊണ്ട് മാമന്മാരവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ധൃതി പിടിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് കേട്ടോ. ഇനി 13 പേർക്ക് ചായ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് സുപ്പ് ഇച്ചിരി ധൃതിയിലാണ് ഇന്ന്. ഞാൻ ആദ്യം പോലെ വട്ടത്തരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു പറഞ്ഞ്, എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മളിൽ ആ ഒരു ടെൻഷനുണ്ട്. പിന്നാമ്പുറത്ത് അവർ നിൽക്കുന്നത് കൊണ്ടുള്ള ജഗപുകയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഊണ് എല്ലാം നമുക്ക് ഒരുക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി ധൃതിയിലൊക്കെയാണ് ഇന്ന് ഞാൻ സംസാരിച്ചതും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഒന്നും എനിക്കറിയാൻ വയ്യ. ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്നും ക്ഷമിച്ചേക്കണേ. അല്ലെങ്കിൽ തന്നെ 1 മുറി അരമുറിയൊക്കെ അങ്ങോട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് കാണുമ്പോഴേ ഇത് മനസ്സിലാവുന്നത് എന്താണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സുപ്പുവിനോട് പൊറുക്കണം. വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ഒരു കൊച്ചാണ് ഈ
റെമഡീസ് നോക്കൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.